അപ്പം ഞാൻ കാലത്തെ എണീച്ച് ഫേസ് പാക്കൊക്കെ ഇടാൻ തുടങ്ങിയിട്ടാ. കാരണം എനിക്ക് ഓഫുള്ള ദിവസമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കടലമാവും തൈരൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊരു പാക്ക് ഇടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ കാലത്ത് തന്നെ പാക്കൊക്കെ ഇട്ടിരിക്കുമ്പോഴാണ് അമ്മ ഫുഡും കൊണ്ടുവന്നത്. ഇഡ്ഡലിയും മീൻകറിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചിണ്ടുവിൻ്റെ സൗണ്ട് കേട്ടത് കേട്ടോ. അപ്പം ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അമ്മയുടെ മുഖത്ത് തേച്ച് കൊടുക്കട്ടെ. എപ്പോൾ ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക് ഞാൻ ഉണ്ടാക്കി ബാക്കി വന്നാൽ ഞാൻ കളയൂല. അപ്പം ഞാൻ അമ്മേനെ ടെസ്റ്ററാക്കി അമ്മയുടെ മുഖത്ത് പോയി തേക്കും. അതാണ് അമ്മ ഇങ്ങനെ ടെസ്റ്ററെ പോലെ നിൽക്കണത്. പിന്നെ ഇപ്പോഴത്തെ ഈ കോലം ചിണ്ടൊന്നും കാണാറുള്ളതുകൊണ്ട് അവൾക്ക് അങ്ങനെ പേടിയാ. ചില പിള്ളേരങ്ങനെ പെട്ടെന്ന് നമ്മളങ്ങനെ മുഖത്ത് ഇതിട്ട് കാണുമ്പോൾ അയ്യോ ആരെന്താ പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവൾക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടാ. ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ കണ്ടുള്ള ശീലം കാരണം ഇവൾക്ക് അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തിരിച്ചറിഞ്ഞോളും. അങ്ങനെ അമ്മ ചിണ്ടുവിന് പാപ്പം കൊടുക്കായിരുന്നു കേട്ടാ. വയ്യ, പനിയാണ്, പനി. 2 ദിവസമായിട്ട് കൊച്ചിന് നല്ല പനിയും ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ വർക്കിന് പോകണടുത്തുനിന്ന് അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അവൾക്കും അത് കിട്ടി. 2 ദിവസമായിട്ട് അവൾക്കൊരു ഉഷാറില്ലാത്ത പോലെയാണ്. സാധാരണ ഭയങ്കര കളിയും ചിരിയൊക്കെ ആവും. ഇപ്പോൾ ഒരു വയ്യാത്ത ആ ഒരു മൂഡിലാണ് അവളിപ്പോൾ. എന്നാലും കുഴപ്പമില്ല, അവൾക്ക് കളിയൊക്കെ തന്നെയാണ്. എപ്പോഴും കുരുത്തക്കേടും കുറുമ്പത്തരം തന്നെയുള്ളൂ. എപ്പോഴും കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു മൂഡാണല്ലോ. എൻ്റെ സ്വഭാവമല്ലേ കിട്ടുള്ളൂ, അതായിരിക്കുമല്ലോ നിങ്ങളിപ്പോൾ ചിന്തിക്കണം. അങ്ങനെ നമ്മളിങ്ങനെ ചിണ്ടൂനെയും കളിപ്പിച്ചിരിക്കുക. കാരണം അവളെ ഒരു ദിവസം മാത്രമേ നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ ഞാൻ വർക്കിന് പോണ കാരണം കാലത്ത് എണീക്കുമ്പോൾ തന്നെ അവൾ കിടന്നുറങ്ങണതാവും കാണാം. വരുമ്പോഴേക്കും അവൾ ഉറങ്ങാറ് പോവും. അങ്ങനെ അവളായിട്ട് അധികം ഒന്ന് സല്ലപിക്കാൻ അതിനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം കാലത്ത് അവളെ കുളിപ്പിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഇങ്ങനെ നിർത്തിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ ഒരു വേഷം കെട്ട് കളിയും ചിരിയൊക്കെ. അവളിപ്പോൾ കസാലയൊക്കെ പിടിച്ച് നടന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്തിരിയായിട്ട്. പിടിച്ച് നിൽക്കാറായിട്ട് കുറച്ചായി കേട്ടോ. ഈ കസാലയൊക്കെ പിടിച്ച് നടന്നു തുടങ്ങിയത് കുറച്ച് ദിവസമായിട്ടാണ്. അവൾ താനെ ഒറ്റയ്ക്കൊക്കെ കസാല പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എണീച്ച് നിൽക്കുകയൊക്കെ ചെയ്യും. ആരുടെയും സഹായമൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലും പിടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പിടിച്ച് പോകും. അത് കാരണം ഇപ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ എങ്ങടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ കൊച്ചിന് വയ്യാത്ത കാരണം ഒരു സമാധാനം ഇല്ല. അപ്പം എന്തായാലും പോയിട്ടൊന്ന് കാഷ്വാലിറ്റിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ തൃപ്രയാർ വൈമാളിലേക്ക് വിട്ടുവിട്ടാ. നമ്മൾ സ്ഥിരം അവിടെയാണ് സാധനങ്ങൾ മേടിക്കാൻ പോവാറ്. ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം കാരണം നമ്മൾ അവിടെ തന്നെ പോവുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം അവിടെ പോയപ്പോൾ എനിക്ക് കുറച്ച് ലിപ് ബാമും ലിപ്സ്റ്റിക്കൊക്കെ മേടിക്കണമായിരുന്നു. എനിക്ക് അവിടുത്തെ ഷെയ്ഡ്സ് കുറച്ച് ഇഷ്ടമാണ്. അത് കാരണം ലിപ്സ്റ്റിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലേക്കാട്ടോ ഞങ്ങൾ ആദ്യം പോയത്. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ചു. പിന്നെ താഴത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചു. വയ്യാത്ത കാരണം വീട്ടിലധികം ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ജോലിക്ക് പോകുമ്പോൾ നേരത്തെ പോകണം. അതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ചിണ്ടുവിന് കഴിക്കാനും കുടിക്കാനൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഓരോന്നൊക്കെ നോക്കി ഓഫറുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കുറേ തിന്നാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഫ്രിഡ്ജ് ഇങ്ങനെ എപ്പം മാളി പോയി വരുമ്പോഴും ഫ്രിഡ്ജ് ഇങ്ങനെ നിറഞ്ഞിരിക്കണം കാണുമ്പോൾ ഒരു സന്തോഷം അറിയോ. അതൊരു വേറൊരു ഫീലാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മൾ മോളിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മൾ പുതിയൊരു ഹോട്ടൽ തുടങ്ങിക്കണം കണ്ടത്. ഞങ്ങൾ ഇതുവരെ വൈമാളി പോയിട്ട് ആ ഹോട്ടലിൽ കയറിയിട്ടില്ല കേട്ടോ. ദർബാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ വീട്ടിൽ പോയിട്ട് കഴിക്കാം, അല്ല ബാക്കി ഭക്ഷണം വീട്ടിൽ പോയിട്ട് കഴിക്കാം, ഇപ്പം ആ ഹോട്ടലിൽ കയറി കഴിക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് കൊടുക്കാൻ ഉപകാരമായതുകൊണ്ട് ചോറ് വാങ്ങിച്ചു അമ്മ. അപ്പം എനിക്ക് ചോറ് വേണ്ടാത്ത കാരണം ഞാൻ ചോറ് വാങ്ങിച്ചില്ല കേട്ടോ. ഞാനൊരു ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും ആണ് കേട്ടോ വാങ്ങിച്ചത്.
അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു, നേരെ വീട്ടിലെത്തി. അപ്പോഴാണ് ഞങ്ങൾ വൈകിട്ട് സിനിമയ്ക്ക് ബുക്ക് ചെയ്ത കാര്യം ഓർമ്മ വന്നത്. ഓൾറെഡി നേരം വൈകിയിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ദേഷ്യത്തിലായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഞാൻ കുറേ നേരം റെഡി ആയിരിക്കണം കേട്ടോ. അമ്മ റെഡി ആവാൻ നല്ല നേരം വൈകി, കാരണം പോയി വന്നപ്പോൾ നേരം വൈകി. കുറച്ച് ഒരു മണിക്കൂറൊക്കെ ട്രാവൽ ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. അപ്പം നേരം വൈകി. അങ്ങനെ ഞങ്ങൾ റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിട്ടോ. അപ്പം നേരം വൈകി കാരണം നമ്മളെന്ത് വിചാരിച്ചു, നടന്നു പോയിട്ട് ഇനി വെറുതെ പോസ്റ്റ് ആവണ്ട, നേരം വൈകിയല്ലോ എന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഓട്ടോനൊക്കെ പോയി അവിടെ എത്തിയിട്ടോ. സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമായിരുന്നു തിയേറ്റർ ഇങ്ങനെ ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ കിഷ്കിന്ദകാണ്ടെന്ന് പറഞ്ഞ ആസിഫ് അലിയുടെ സിനിമയ്ക്കാട്ടോ പോയത്. കൊച്ചിന് നല്ല സ്വെറ്ററൊക്കെ ഇടിച്ചിട്ടാണ് പോയത്, വയ്യാത്ത കാരണം. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ, നിറച്ച ആൾക്കാരായിരുന്നു. ഒരു സസ്പെൻസ് ത്രില്ലറായിരുന്നു. എനിക്ക് കൂടുതലും സസ്പെൻസ് ത്രില്ലറിനേക്കാളും കോമഡി ഒക്കെ ഇഷ്ടമായ കാരണം കുഴപ്പമില്ല. എന്നാലും അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.